നമുക്ക് ആ ഫോട്ടോയും കൂടെ ഒന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ ഇത് വീടിരുന്ന സ്ഥലത്തിൻ്റെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അജിംഷാദ് ഇദ്ദേഹത്തിൻ്റെ വീട് നേരത്തെ ഇതായിരുന്നു. ഇവിടെ ഇക്ബാലിൻ്റെ ക്യാമറ ഈ മൊബൈലിൽ കാണുന്ന ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുൻപ് ഈ ഉരുൾപൊട്ടലുണ്ടായിരുന്ന ഈ പ്രദേശത്തെ വീട്. ആ വീടാണ് പൂർണ്ണമായും ഉരുളെടുത്തു കൊണ്ടുപോയത്. ചേട്ടൻ്റെ വീട് ഈ താഴ്ഭാഗത്തായിരുന്നു. അവിടെ വീടുണ്ടായിരുന്നു പോലും മണ്ണ് മാത്രമേ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു കോരി ഉപയോഗിക്കാം. കോരിക്ക് പറ്റിയ പാറകളൊന്നും അടഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് അയൽവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വീടുണ്ടായിരുന്നു. ഒരുപാട് വീടുണ്ടായിരുന്നു. താഴെല്ലാം വീടുണ്ടായി. മുകളിൽ വീടൊക്കെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നൊക്കെ വീടായിരുന്നു. ഇതെല്ലാം മണ്ണൊന്നും അടഞ്ഞു പോയതാണ്. അപ്പം ഈ അപകടം ഉണ്ടാകുമ്പോൾ ചേട്ടൻ ഈ വീട്ടിലുണ്ടായിരുന്നില്ല? ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ അറിഞ്ഞിട്ട് വന്നതാണ്. അറിഞ്ഞു വന്നതാണ്. മക്കളും കുടുംബമൊക്കെ അവരൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മുടെ പുഴയിൽ വെള്ളം, നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് കൂടെ തന്നെ പുഴ ഒഴുകുന്നത്. അപ്പോൾ അതിൽ വെള്ളം വരുന്ന കണ്ടപ്പോൾ അവർക്ക് പേടിയായിട്ട് അവർ മാറിയതാണ്. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം ബ്ലോക്കായി കഴിഞ്ഞാൽ റോഡ് ബ്ലോക്കാവും. എന്താ വെച്ചാൽ വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ തിങ്കളാഴ്ച തന്നെ വൈകിട്ട് താമസിച്ചു. അപ്പോൾ പലരും ഞങ്ങൾ ക്യാമ്പിലുണ്ട്. മോളൊക്കെ വൈത്തിരി കോട്ടേഴ്സ് താമസിക്കുന്നുണ്ട്. കുറേ പേര് നെടുമ്പാലുണ്ട്. പല സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ദിവസത്തിന് തലേദിവസം തന്നെ മാറിയാണ്. തിങ്കളാഴ്ച മാറിയതായിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് പൊട്ടിയത്. അതാണ് അജിംഷാദ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പ്രവാസിയാണ്. ഇദ്ദേഹം വിദേശത്തായിരുന്ന സമയത്താണ് ഈ ദുരന്തമുണ്ടായത്. ആ സമയത്താണ് ഈ ദുരന്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീടിരുന്ന ഇടം പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടായത്. ഇവിടെ ഇന്ന് ഒരു മൺകൂനയും കൂറ്റൻ പാറക്കഷ്ണങ്ങളും മാത്രമേ ഉള്ളൂ. കാരണം വീടുണ്ടായിരുന്നു എന്നതിൻ്റെ യാതൊരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സ്വപ്നങ്ങൾ പൂർണ്ണമായും കവർന്നെടുത്തു കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അയൽവാസികളായിരുന്ന നിരവധി ആളുകളുടെ ഭവനങ്ങളും സമാനമായ രീതിയിൽ ഈ ദുരന്തത്തിൽ ഒരു ഒന്നും ബാക്കി വയ്ക്കാതെ ഈ ഉരുൾ എടുത്തുകൊണ്ടു പോകുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അത്തരം സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന നിരവധി കാഴ്ചകളാണ് ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടത്ത് ജനകീയ തെരച്ചിൽ നടക്കുന്നതിനിടയിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച.